മെക്ഡൊണാൾഡ്സിൻ്റെ ഏറ്റവും മൂല്യമുള്ളത് എന്താണ്? ആ പേര് തന്നെയാണ് അല്ലേ? സോ എപ്പോഴും കമ്പനിയുടെ പേരിലെടുക്കാൻ നോക്കുക. കാരണം കമ്പനിയുടെ വാല്യുവേഷൻ അത് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. ഒരുപക്ഷെ ഒരു ബിസിനസ്സിലെ ഏറ്റവും മൂല്യമുള്ള ഒരു അസറ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ സ്ഥാപനത്തിലെ ട്രേഡ്. അപ്പോൾ മെക്ഡൊണാൾഡ്സ് എന്ന് പറയുന്നത് എടുക്കാം. മെക്ഡൊണാൾഡ്സിൻ്റെ ഏറ്റവും മൂല്യമുള്ളത് എന്താണ്? ആ പേര് തന്നെയാണ് അല്ലേ? മെക്ഡൊണാൾഡ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് പോലെ പേര് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിന് വാല്യൂ ഇല്ല. സോ എപ്പോഴും കമ്പനിയുടെ പേരിലെടുക്കാൻ നോക്കുക. കാരണം കമ്പനിയുടെ വാല്യുവേഷൻ അത് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. ഇനി ആദ്യത്തെ ചോദ്യം, എന്തെല്ലാം ട്രേഡ് മാർക്ക് എടുക്കുക എന്നുള്ളത്. നമുക്ക് എന്തും എടുക്കാം. നമുക്ക് ട്രേഡ് മാർക്കിനകത്ത് തന്നെ നമ്മുടെ ബ്രാൻഡ് നെയിം എന്താണോ അത് നമുക്കൊരു വേർഡ് മാർക്കായിട്ട് അപ്ലൈ ചെയ്യാം. ലോഗോ ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ബീറ്റ് സിനർജി സ്റ്റാർട്ടപ്പ് എന്നാണ് പേര് എന്നുണ്ടെങ്കിൽ ആ ബീറ്റ് എന്ന് പറയുന്നത് നമുക്ക് ട്രേഡ് മാർക്കായിട്ട് വേർഡ് മാർക്കായിട്ട് അപ്ലൈ ചെയ്യാം. ആ ലോഗോ നമുക്ക് അപ്ലൈ ചെയ്യാം. കളർ വൈറ്റും യെല്ലോ കളറുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ കളർ നമുക്ക് കളർ മാർക്കായിട്ട് ചെയ്യാം. പ്രോഡക്റ്റിൻ്റെ പാക്കേജ് ഡിസൈൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് ട്രേഡ് മാർക്കായിട്ട് അപ്ലൈ ചെയ്യാം. ഷേപ്പ് ഉണ്ടെങ്കിൽ ആ ഷേപ്പിന് നമുക്ക് ട്രേഡ് മാർക്ക് അപ്ലൈ ചെയ്യാം. ഇത്തരത്തിൽ നമുക്ക് എന്തും പ്രൊട്ടക്റ്റ് ചെയ്യാം. സോ പലരും ചെയ്യുന്നത് പേര് മാത്രം അങ്ങ് അപ്ലൈ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ പേരും ലോഗോവും ഒരുമിച്ചിട്ടൊരു കോമ്പിനേഷൻ മാർക്ക് എന്ന് പറഞ്ഞ് കോമ്പോസിറ്റ് മാർക്ക് എന്ന് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്യും. എന്നതുകൊണ്ട് മാത്രം നിങ്ങളുടെ ഒരു ടോട്ടൽ പ്രൊട്ടക്ഷൻ കിട്ടിയെന്ന് വരത്തിൽ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ. ഏറ്റവും ബേസ് സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ പേരും ലോഗോവും അറ്റ്ലീസ്റ്റ് ട്രേഡ് മാർക്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. എങ്കിലായിരിക്കും പിന്നീട് നമുക്കൊരു സ്റ്റേജ് എത്തിയതിന് ശേഷം നിങ്ങൾക്ക് ബാക്കിയുള്ളതെല്ലാം അപ്ലൈ ചെയ്യാം. ഇഫ് യു ഫൈനാൻഷ്യലി കൺസ്ട്രെയിൻഡ്. പക്ഷേ ട്രേഡ് മാർക്ക് നമ്മൾ ഇന്ത്യയിൽ നോക്കുന്ന സമയത്ത് വലിയ രീതിയിൽ എക്സ്പെൻസീവ് അല്ല. ഇഫ് യു കൺസിഡറിങ് അതർ നേഷൻ. സോ ഇറ്റ്സ് ബെറ്റർ ടു എല്ലാം അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്.